إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وخلقناكم أزواجا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇരുലോകത്തും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാഗവും ഭാഗധേയവും കേന്ദ്രവും സൗന്ദര്യവുമാണ് കുടുംബമെന്ന സംവിധാനം. എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുമ്പോഴും ചേർത്ത് പിടിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം. ആകുലതകളെല്ലാം ഇറക്കി വെച്ച് എല്ലാ പ്രയാസങ്ങൾക്കും അടക്കം നമുക്ക് ഓടിയണയാനുള്ള ആശ്വാസ തീരവും കുടുംബം തന്നെയാണ്. കുടുംബം വിവിധ ബന്ധങ്ങളിലൂടെയാണ്. ആ ബന്ധങ്ങളുടെ മാസ്മരികതയിൽ കോർത്തിണക്കിയിട്ടുള്ള മാനവ ചരിത്രത്തിലെ അങ്ങേയറ്റം പഴക്കമുള്ള മഹാസ്ഥാപനവും സംവിധാനവുമാണ് കുടുംബം. കുടുംബത്തിൻ്റെ പിറവി വിവാഹത്തിലൂടെയാണ് ഭൂമുഖത്ത് നടക്കുന്നതും നടക്കേണ്ടതും. ഓരോ വിവാഹത്തിലൂടെയും ഒരു പുതിയ കുടുംബത്തിന് നാന്ദി കുറിക്കപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ സംവിധാനത്തെ ദൃഷ്ടാന്തം എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്, വിശിഷ്യ അതിലെ ഇണജീവിതത്തെ. അതേപോലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ ഇണകൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന ഉപമയും ഉറ്റാലോചനയ്ക്ക് വേണ്ടി അള്ളാഹു നടത്തിയിട്ടുണ്ട്. ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആയത്തുകൾ കൊണ്ട് സമ്പന്നമായ അധ്യായങ്ങളുമുള്ള അമ്മ ജുസ്ഇലെ ആദ്യത്തെ അധ്യായം 78-ാം അധ്യായം സൂറത്തുൻ നബഇൽ വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സംവിധാനിച്ചിരിക്കുന്നു എന്ന് പറയാം. അവ ഇണകളായി സംവിധാനിക്കപ്പെട്ട മനുഷ്യർ എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ കുടുംബം എന്ന സംവിധാനത്തിലേക്ക് പ്രവേശിക്കാൻ പാകത്തിൽ പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺ പെൺ എന്ന നിലക്ക് ഇണ സംവിധാനവും നടത്തിയിട്ടുണ്ട്. അതിലൂടെ വൈവാഹിക ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കണം എന്ന് പറയാൻ. പക്ഷേ പറഞ്ഞു വരുന്നത് ഈ വിവാഹമെന്ന സംവിധാനത്തിലൂടെ കുടുംബം
അതിലേക്കുള്ള പ്രവേശനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ വലിയ നിരാശയിലും പ്രയാസത്തിലുമാണ് നമ്മുടെ യുവജന സമൂഹത്തിൽ എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്, അനുഭവ സാക്ഷ്യവുമാണ്. അഥവാ നമ്മൾ പറയും പെൺകുട്ടികൾ പുരനിറഞ്ഞു നിൽക്കുന്നു എന്ന് പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നേർ വിപരീതം ഇന്ന് ആൺകുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ, ആണുങ്ങൾ പുരനിറഞ്ഞു നിൽക്കുകയാണ്. എന്തുണ്ട് പരിഹാരമെന്ന് പലരും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അംഗസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളായിട്ട് പോലും യുവാക്കൾക്ക് ഇണകളെ ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ കാരണം, അതിൻ്റെ ചികിത്സ, അതിൻ്റെ പരിഹാരം? അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പല യുവാക്കളും ആശങ്കയിലും അതേപോലെ തന്നെ നിരാശയിലുമാണ്. എന്താണ് അതിൻ്റെ കാരണം? പെൺകുട്ടികളില്ലാത്തത് കൊണ്ടല്ല പറഞ്ഞതുപോലെ. പക്ഷേ പെൺകുട്ടികൾ വൈവാഹിക ജീവിതത്തോട് വിമുഖത കാണിക്കുന്ന വിഭാഗമുണ്ട്. അതേപോലെ തന്നെ വിവാഹം ആഗ്രഹിക്കും, അതിന് സമ്മതം പറയും. പക്ഷെ ഈ സമയത്ത് വേണ്ട, പരമാവധി അത് വൈകിപ്പിച്ച് ലൈറ്റാക്കി കല്യാണം കഴിക്കാം എന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഇത് ഇസ്ലാമികേതര സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലുമൊക്കെ ആയിരുന്നു എങ്കിൽ ഇന്ന് മുസ്ലിം മഹല്ലുകളിലേക്ക്, മുസ്ലിം കുടുംബങ്ങളിലേക്കും ഈ ചിന്താഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിത സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളുടെ വിവാഹ കാഴ്ചപ്പാടിന് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലവർ പ്രായം ഒരു പ്രശ്നമേ ആക്കുന്നില്ല. അതേപോലെ തന്നെ ജോലി, സെൽഫ് സഫിഷ്യൻ്റ് ആകുക, സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കളയും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതാണ്. പിന്നീട് അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സാധ്യമല്ല എന്ന ഒരു കാഴ്ചപ്പാട്. സ്വാതന്ത്ര്യം എന്നത് മറ്റൊരു തലം കൂടിയാണ്. എല്ലാവർക്കും എല്ലാ തലത്തിലുമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് ഇല്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ പറയാറുണ്ട്, ഹെൽമെറ്റ് ധരിക്കാതെ സഞ്ചരിക്കലാണ് എനിക്ക് ഒരു ഇറിറ്റേഷൻ ഇല്ലാതെ കാറ്റുകൊണ്ട്, അതാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ നടപ്പിലാകുകയില്ല. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യത്തിന് അതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. ഒരു ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പോയി നിൽക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കൽ. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഇച്ഛയും ഇഷ്ടവും ഒക്കെ. റെഡ് സിഗ്നൽ, കത്തി നിൽക്കുന്ന സിഗ്നൽ, വണ്ടികളൊന്നുമില്ലെങ്കിൽ എടുത്തു പോകുക എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും ഇച്ഛയുടെയും ഭാഗമായി നിർവചിക്കും. പക്ഷെ അത് നടത്താനും അതേപോലെ തന്നെ നടപ്പിലാക്കാനും സാധ്യമല്ല. അപ്പം ഇങ്ങനെ സ്വാതന്ത്ര്യം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ലാതാകുകയാണ്. അപ്പം അതുകൊണ്ട് 25 വയസ്സായാലും 26 വയസ്സായാലും ചെറുപ്പക്കാർക്ക് ഇണകളെ കിട്ടാതെ പോയി കഴിഞ്ഞാലും അവരൊക്കെ ഏതൊക്കെ കോലത്തിലേക്കായി തീർന്നാലും അതൊന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യം അനിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ചിന്ത അവരിലേക്ക് ഉണ്ടാക്കുന്നിടത്ത് ലിബറലിസവും അതേപോലെ തന്നെ മൈ ബോഡീസ് മൈ ചോയ്സും എത്രത്തോളമാണ് ആ ചർച്ചകൾ. ലൈംഗികമായ ഒരു സാർത്ഥകം അല്ലെങ്കിൽ ലൈംഗികമായ ഒരു ആവശ്യം, അതിനു വേണ്ടിയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അതൊന്നും അതിൻ്റെ ഒരു കാരണം അല്ല. അതൊക്കെ അതിൻ്റെ ഒരു ഫണ്ടമെന്റലായ ഒരു പാർട്ടാണെങ്കിൽ പോലും വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഇണകളായി ജീവിക്കണം എന്ന് പറഞ്ഞിടത്ത് ലിതസ്കുനു ഇലൈഹ, ആത്യന്തികമായി രണ്ടുപേർക്കും ലഭിക്കേണ്ടത് സമാധാനവും സംസ്കാരവും സമാശ്വാസവും എന്നാ പറഞ്ഞത് അല്ലെ. സമാധാനം ലഭിക്കണമെന്നാണ് വളരെ പ്രധാനമായിട്ടുള്ള അതിൻ്റെ കണ്ടീഷനും കാരണവുമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും അല്ലെങ്കിൽ അതുവഴിയുള്ള ചിന്താഗതികളിലൂടെ എന്തുമാകാം. അഥവാ ലൈംഗികതയെക്കുറിച്ച് തന്നെ തമാശക്കാണെങ്കിലും പലപ്പോഴും നർമ്മം കലർത്തി പറയാറുണ്ട്, ആരെങ്കിലും ചായ കുടിക്കാൻ ഹോട്ടൽ വാങ്ങാറുണ്ടോ എന്ന്, അല്ലേ? ചായ കുടിക്കാൻ ഹോട്ടൽ വാങ്ങാറുണ്ടോ എന്നുള്ള ചോദ്യം പലരെയും കൊണ്ട് പറയിപ്പിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളും അതേപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വിവാഹം വൈകിക്കഴിഞ്ഞാൽ, വിവാഹം നടക്കാതെ പോയി കഴിഞ്ഞാൽ അത് യുവാക്കളിലായിരുന്നാലും യുവതികളിലായിരുന്നാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ എത്രത്തോളമാണ്. അപ്പൊ യുവാക്കളുടെ അബദ്ധസഞ്ചാരം, നമ്മൾ പറയും എന്തിനങ്ങനെ വഴിതെറ്റി സഞ്ചരിക്കുന്നത്, മോശമായി ജീവിക്കുന്നത്, ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ അവർക്കൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ വിവാഹിതരാകണം. യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ മിൻകുമുൽ ബാഅത ഫൽയതസവജ്, നിങ്ങളിൽ നിന്ന് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, ആരോഗ്യവും ആഫിയത്തും സാമ്പത്തികമായൊരു പെണ്ണിനെ പോറ്റാനുള്ള സുസ്ഥിതിയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത്. പണ്ട് യുവാക്കളായിരുന്നു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അമാന്തം കാണിക്കാറുള്ളത്. അതേപോലെ തന്നെ വിവാഹപ്രായം എത്ര എത്തിക്കഴിഞ്ഞാലും വിവാഹത്തിന് താല്പര്യം കാണിക്കാതിരുന്നത് എങ്കിൽ ഇന്ന് പെൺകുട്ടികളോട് പറയേണ്ട അവസ്ഥ. യുവാക്കൾ അതിന് സന്നദ്ധമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവ സമൂഹത്തെ ആഹ്വാനം ചെയ്ത് പറഞ്ഞു, ഈ ആഹ്വാനം നടപ്പിലാക്കുന്നിടത്ത് രക്ഷിതാക്കൾ, അതേപോലെ തന്നെ മഹല്ല് സംവിധാനങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയത്തിന് എന്താണ് പ്രതിബന്ധം, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തണം. അത് നടത്താതെ പോയി കഴിഞ്ഞാൽ ഫൈന്നഹു അഗല്ലു ലിൽ ബസർ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദാമ്പത്യത്തിലേക്ക് കടന്നാൽ കണ്ണ് താഴ്ത്തും. വഅഹ്സനു ലിൽ ഫർജ്, അതേപോലെ തന്നെ ലൈംഗിക വിശുദ്ധിയും ഉണ്ടായിത്തീരും. അബദ്ധസഞ്ചാരങ്ങൾ ഇല്ലാതാകും, ഉത്തരവാദിത്തം ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നടക്കണം. വിവാഹം എന്ന ഇബാദത്ത്, നന്മ നടക്കണം. സദാചാര ബന്ധിതമായ നിക്കാഹുകൾ നടക്കണം. അതതിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതുണ്ടായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അങ്ങാടിയിൽ തിരിഞ്ഞു കളിക്കൂല. 8-8:30 മണിയായി കഴിഞ്ഞാൽ ഞാൻ പോകട്ടെ എന്ന് പറയും. അപ്പോൾ ചങ്ക് ബ്രോസ് സുഹൃത്തുക്കൾ പറയും, എവിടേക്കായി പോണത് എന്ന്. അപ്പോൾ ഇവന്റെ മനസ്സിലേക്ക് എൻ്റെ സമയത്തിന്റെ നിശ്ചിത നിർണായക സമയങ്ങൾ പകുത്തു കൊടുക്കേണ്ട എൻ്റെ ഇണയും മക്കളും വീട്ടിലുണ്ട്. ഈ ചിന്ത ഉണ്ടാകണമെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. മനുഷ്യനെ വഴിതെറ്റിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 2 സമയവും സമ്പത്തുമാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുമ്പോൾ സമയം എങ്ങനെയും വിനിയോഗിക്കാം, ആരുടെ കൂടെയും വിനിയോഗിക്കാം. രാത്രി 10 മണി, 11 മണി, 12 മണി, അർദ്ധരാത്രി ആയിക്കഴിഞ്ഞാൽ മനുഷ്യനാണ് മനസ്സിന്റെ ഉടമയാണ്. മനുഷ്യ തൃഷ്ണക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഉണ്ടായിത്തീരുന്ന ആഭാസങ്ങൾ, പ്രശ്നങ്ങൾ, അശ്ലീലതകൾ, ലൈംഗിക അരാജകത്വങ്ങൾ പറയേണ്ടതില്ലല്ലോ. അതേപോലെ തന്നെ സമ്പത്തുണ്ടാകും. ആ സമ്പത്ത് എങ്ങനെയും ചെലവഴിക്കാം വിവാഹം കഴിക്കുന്നത് വരെ. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പലയിടങ്ങളിൽ കയറിയിറങ്ങുകയില്ല. എങ്ങനെയും സമ്പത്ത് ചെലവഴിക്കാമെന്ന തോന്നലുണ്ടാകൂല. ഭാര്യയുടെ വിളി വരും. ഒരു സ്ത്രീ സൈക്കോളജി അനുസരിച്ച് ഒരൊറ്റ 10 സെക്കൻഡ് കൊണ്ട് തന്നെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നാകെ പറയും. ഇന്നിന്ന സാധനങ്ങളൊക്കെ വേണം, ഗ്യാസ് തീർന്നിട്ടുണ്ട്, മക്കൾക്ക് നോട്ട് ബുക്ക് വാങ്ങണം, സ്കൂൾ തുറക്കാൻ പോകുകയാണ്, അങ്ങനെ അതേപോലെ ഡ്രസ്സിന്റെ കാര്യം, മരുന്നിന്റെ കാര്യം, കംപ്ലീറ്റ് ഇവിടെ ലിസ്റ്റ് ഫോർവേഡ് ചെയ്യപ്പെടുന്ന സമയത്ത് പിന്നെ വെറുതെ കയറി ഷവർമ അടിക്കാം, അവിടെ തിരിഞ്ഞു കളിക്കാം, ഇവിടെ തിരിഞ്ഞു കളിക്കാം, അതേപോലെ തന്നെ MDMAക്കും കഞ്ചാവിനും ഒക്കെ പണം ചെലവഴിക്കാം. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സമ്പത്തും സമയവും നിസ്സംഗമായി ചെലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകൂല. അതിന്റെ പ്രൊട്ടക്ഷനാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ ആ വിവാഹം അന്വേഷിച്ച്, ധാർമ്മിക പരിരക്ഷ കാംക്ഷിച്ച് നിങ്ങളിലേക്ക് ആരെങ്കിലും വിവാഹം അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പ്രയാസവും പ്രതിബന്ധവും ഉണ്ടാക്കാൻ പാടില്ല. സ്ത്രീകളും ആലോചിക്കണം, യുവതികൾ ആലോചിക്കണം, അതേപോലെ തന്നെ പെൺമക്കളുടെ രക്ഷിതാക്കളും ആലോചിക്കണം. അതേപോലെ തന്നെ ഏതൊക്കെ ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കുമോ അവരൊക്കെ ഉയർന്ന് ചിന്തിക്കണം. മൻ തസവ്വജ ഫഖദ് അഹ്റസ, ആരാണോ വിവാഹിതരായി തീരുന്നത് എങ്കിൽ അവർ സംരക്ഷിച്ചിരിക്കുകയാണ്. നിസ്ഫ ദീനഹു, അവന്റെ പകുതി ദീനീബോധത്തെ, ഫല്യത്തഖില്ലാ ഫി നിസ്ഫിൽ ബാഖി, ബാക്കി പകുതിയിൽ അവൻ കൂടുതൽ സൂക്ഷ്മത പുലർത്തിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. ഇതിന് അവസരം ഉണ്ടാകണ്ടേ? അല്ലേ നിങ്ങൾ? ഇതിന് അവസരം ഉണ്ടാകണ്ടേ? എന്നാൽ അതേ അവസരത്തിൽ ഈ അവസരം തേടി വരുന്നു, നമ്മൾ തിരസ്കരിക്കുന്നു. കാലം ലോകമൊക്കെ മാറി എന്ന് പറയും. പ്രവാചകൻ പണ്ടേ അത് പറഞ്ഞു വെച്ചു. ഇദാ ജാഅക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു, നിങ്ങളുടെ അടുത്ത് ഒരാൾ വരികയാണ്, അത് സ്വഭാവം കുഴപ്പമില്ല, അതേപോലെ തന്നെ സംസ്കാരവും സ്വഭാവവും ദീനും കുഴപ്പമില്ല, അങ്ങനെ വിവാഹം അന്വേഷിച്ച് ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇല്ലാ തഫ്അലു, അത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഈ കാര്യം സുഗമമായി അതിന്റെ നേരിലും നെറിയിലും സമയത്തും നടപ്പിലാക്കപ്പെടുന്നില്ല എങ്കിൽ തകുൻ ഫിത്ന, കുഴപ്പമുണ്ടായിത്തീരും. ഫിൽ അർളി, ഭൂമിയിൽ, വഫസാദുൻ അരീദ്, പ്രത്യക്ഷമായ നാശങ്ങളും കുഴപ്പങ്ങളും അനാവശ്യങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന. യുവാക്കൾ മാത്രമല്ല വഴിതെറ്റുക, അല്ലേ? യുവതികളും വഴിതെറ്റും. അങ്ങനെ ന്യൂസ് ഓരോന്നെടുത്ത് നോക്കൂ നിങ്ങളെ. അവിഹിത ബന്ധങ്ങൾ, അഹിത ബന്ധങ്ങൾ. വിചാരിക്കും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അങ്ങനെ പ്രായം പോകട്ടെ, ഇന്ന സമയത്ത് കഴിക്കാതെ. ഇത് മനുഷ്യനാണ്, മനുഷ്യ സ്ത്രീയാണ്. അതേപോലെ തന്നെ പുരുഷനും മനുഷ്യനാണ്, മനുഷ്യന്റെ മനസ്സാണ്. ഏത് സമയത്ത് എവിടേക്ക് വ്യതിചലിക്കും ഒന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. വിദ്യാഭ്യാസം അതിന് തടസ്സമായി തീരരുത്, മറ്റൊന്നും അതിന് തടസ്സമായി തീരരുത്. എല്ലാം പൂർത്തിയായി വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാമെന്നതല്ല. നിശ്ചിത പ്രായമെത്തി, അതിൻ്റെ അർത്ഥം നേരത്തെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചയക്കുക, നേരത്തെ വിവാഹം കഴിക്കുക എന്നതല്ല. ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ, ഒരു 20 വയസ്സൊക്കെ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം. പണ്ടൊക്കെ സ്ത്രീകൾ, കുട്ടികൾ, പെൺമക്കൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ഉമ്മമാർക്കും വല്യുമ്മമാർക്കൊക്കെ ആകുലതയാണ്. കാരണം ഒരു പെൺകുട്ടി പ്രായപൂർത്തി എത്തി, അങ്ങനെ ഏകദേശം ഡിഗ്രി ആ പ്രായം എത്തുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും സൗന്ദര്യമുള്ള സമയമാണ്. അതങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആ സൗന്ദര്യത്തിന്റെ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കറിയാം. പിന്നെ കുറെ കോസ്മെറ്റിക്സ് വാരിത്തേച്ചുകൊണ്ട് സൗന്ദര്യം നിലനിർത്തുക എന്നത് ദീനല്ല. അല്ലേ? നിങ്ങൾ ലിവർ സിറോസിസും ഇന്റേണൽ ഓർഗൻസിനും പരിക്കേൽപ്പിക്കപ്പെടുന്നതിന്റെ പ്രധാന ഒരു കാരണം പഠനത്തിലെ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്ര കാലം ഉപയോഗിക്കും നിങ്ങൾ?
25 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ 26, 27, 29, 30 അങ്ങനെ പോയി. പിന്നെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വന്ന പ്രതിശ്രുത വരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സൗന്ദര്യം തോന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വാരിത്തേക്കാൻ കഴിയും? ല്ലേ ചില കുട്ടികൾ വിവാഹ പന്തൽ ഇതാ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇതിൽ മുക്കി കുളിച്ച് പിന്നെ ഓഹറുമില്ല, അസറുമില്ല, മാരിവും ഒന്നുമില്ല, ഒരു നിസ്കാരമില്ല. കാരണം എന്തെങ്കിലും ഒതു എടുത്തു കഴിഞ്ഞാൽ ഇത് പോകും അല്ലെ. എന്നാൽ ആദ്യം ഒന്ന് ഒതു എടുപ്പിച്ച് ആ എടുത്ത വസ്ത്രം അത് നമസ്കരിക്കാൻ ഭാഗത്തിലായി ആ മണവാട്ടി പുതുവസ്ത്രം അണിഞ്ഞ് ആ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്ബോധനം അല്ലെ, ബാങ്ക് കൊടുത്തു, അതുകൊണ്ട് മോള് ഒതു എടുത്തതാണല്ലോ, ഉടനെ നമസ്കരിച്ചോ, അത് ജമ്മാക്കി നിസ്കരിച്ചോ, എന്ന് യാത്ര കൂടുതലുണ്ടെങ്കിൽ അസ്റാക്കി നമസ്കരിച്ചോ, ഈ രൂപത്തിൽ നിർദ്ദേശത്തിൽ അതിൻ്റെ മറ്റൊരു ഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് വൈവാഹിക ജീവിതത്തിന്റെ പ്രായം ഇങ്ങനെ കഴിഞ്ഞ് അതിനെയൊക്കെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ് എങ്കിൽ കോസ്മെറ്റിക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് അത് വൃഥായാണ്, അത് അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ എങ്ങനെയാ വിദ്യാഭ്യാസം നിലച്ചു പോകൂല. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിച്ചു. 19 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച സമയത്ത് അവൾ ഡിഗ്രി പൂർത്തിയാക്കി, TTC പൂർത്തിയാക്കി, കേട്ടറ്റ് നേടി, പിന്നെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത് മക്കൾക്കും ജന്മം നൽകി. കുഴപ്പം? ഞാനും പഠിക്കുന്നു, പഠനത്തിന്റെ കൂടെ തന്നെ അതിൻ്റെ വിവാഹം കഴിക്കുന്നു. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ, ജീവിതത്തിൽ, സമൂഹത്തിൽ ഉണ്ടാകും. ഒരിക്കലും വിവാഹം എന്ന് പറയുന്നത് പഠനത്തിന് തടസ്സമല്ല. പക്ഷെ എന്ത് വേണം? വലിയ ഉത്തരവാദിത്തമുണ്ട്. തൻ്റെ മകൾക്ക് ഒരാളെ സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഐഹിക ബോധവും വിദ്യാഭ്യാസ ബോധവും ആത്മീയ ബോധവും ഉള്ള ആളാണോ അല്ലേ എന്ന് അന്വേഷിക്കണം. അല്ലേ? അത് യുവാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നടക്കാതെ പോകുന്നതിന്റെ മറ്റു ചില കാരണങ്ങളുണ്ട്. പരിഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതുകൂടി നമ്മൾ ഇത് ചേർത്ത് വെച്ച് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിവാഹം നീട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. കുറേ അങ്ങനെ നീട്ടി അവസാനാകാന്ന് വിചാരിക്കുമ്പോൾ പ്രഗ്നൻസി പ്രയാസാണ് അല്ലേ. വിവാഹത്തിന് പ്രായം കൂടിക്കഴിഞ്ഞാൽ അണ്ടോൽപാദനം കുറയും. അതേപോലെ പുരുഷന്മാർക്ക് ബീജോൽപാദനം കുറയും. അത് പ്രജനന ശേഷിയെ ബാധിക്കും. വലൂദ് എന്ന് പറഞ്ഞില്ലേ, പ്രസവിക്കുന്നവളും നന്നായി സ്നേഹിക്കുന്നവളെയും നീ വിവാഹം കഴിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം ഭൗതികത മാത്രമാകുകയാണ്, മറ്റാത്മീയതയല്ല. അല്ലേ? ഞാൻ ദീന് പഠിക്കട്ടെ, ഒന്നുകൂടി ദീനിപരമായി വളരട്ടെ, ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. വെറും ഭൗതികത മാത്രം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ശമ്പളം വാങ്ങാൻ. പക്ഷേ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രായം ചെന്ന അവസ്ഥയിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ശമ്പളം കംപ്ലീറ്റ് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഈ അവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വി ആർ മുസ്ലിംസ്, ദാറ്റ്സ് വി ഹാവ് കൾച്ചർ. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു കൾച്ചറും. അപ്പൊ ഇത് പെൺമക്കളുള്ള രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയോ അങ്ങനെ വിവാഹം വളരെ നേരത്തല്ല, ആ ഒരു നിശ്ചിത പ്രായത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മക്കൾ, നമ്മൾ യുവപ്രായത്തിലാകുമ്പോഴേക്കും മക്കൾ വളർന്നു വരും. ആ മക്കൾക്ക് വേണ്ട തർബിയത്ത് കൃത്യമായി കൊടുക്കാൻ കഴിയും. അവർ നേരെ ചൊവ്വേ അവരുടെ 2 തരത്തിലും, വിദ്യാഭ്യാസത്തിലും ആത്മീയതയിലും ധാർമ്മികതയിലും ശാരീരികമായ എല്ലാ നിലക്കുമുള്ള വളർച്ചയിൽ നിയാമകമായ പങ്ക് വഹിക്കാൻ പിന്നെ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് സാധിക്കും. പ്രായം ചെന്ന അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും? മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാകും. ഞാൻ പറഞ്ഞു എല്ലാ നിലക്കും. അപ്പോൾ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെതായ പ്രായം എത്തുന്ന സമയത്ത് അത് നടപ്പിലാകണം. ഇനിയോ യുവാക്കളോട് പറയാനുള്ളത്, വിവാഹം അന്വേഷണം നടക്കുന്ന സമയത്ത് ഇവിടെ കണ്ടീഷൻ ഹദീസിൽ നിങ്ങൾ കേട്ടല്ലോ, മൻ തറല്ലൗന ദീനുണ്ടാകണം, ഹുലുക്കുണ്ടാകണം. എന്താ ദീനിന്റെ അവസ്ഥ? നമ്മൾ തമാശക്കാണെങ്കിൽ ഒരു വിവാഹ അന്വേഷണ കഥ ഉണ്ട്. അതിൽ ഒരു പ്രധാന പോയിന്റും ഉണ്ട്. അന്വേഷിക്കാൻ വന്നു, അങ്ങനെ ബ്രോക്കർ കൊണ്ടുവന്നു, അങ്ങനെ ചെറുപ്പക്കാരോടൊക്കെ സംസാരിച്ചു. അപ്പൊ കുടുംബം കുഴപ്പമില്ല, സമ്പത്ത് കുഴപ്പമില്ല, നമ്മൾ വിചാരിക്കുന്ന പല രൂപത്തിലുള്ള കുഫു ഒത്തിട്ടുണ്ട്. പക്ഷേ ദീന് ചോദിക്കാൻ മറന്ന് തിരിച്ചു വരാൻ. അപ്പോൾ ബ്രോക്കർ പറയുക ദീനിനെ കുറിച്ച് അന്വേഷിക്കാൻ മറന്നു. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ പോയി അന്വേഷിച്ചോളൂ, ഞാൻ കൊണ്ടുവന്ന കാര്യമാണല്ലോ, പോയി അവനോട് നിങ്ങൾ ചോദിച്ചോരു കുഴപ്പമില്ല. അപ്പൊ അവൻ്റെ അടുത്ത് എത്തി, അങ്ങനെ ചോദിച്ചു ദീനിന്റെ കാര്യം. നമ്മുടെ സുബൈന്റെ കാര്യം ഇപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചു. സുബൈന്റെ കാര്യം 5 റക്അത്ത്, മനസ്സിലായില്ലേ? 5 പറഞ്ഞു അല്ലേ. പിന്നെ തിരിച്ച് ബ്രോക്കർ കാത്തിക്കാണ്. ബ്രോക്കറെ പോലും വെയിറ്റ് ചെയ്യാതെ അവർ തിരിഞ്ഞു പോവാ. അപ്പൊ ഈ ബ്രോക്കർ ഈ ചെറുപ്പക്കാരുടെ അടുത്ത് എന്ത് പണിയാണ് ചെയ്തത്? അവർ ദീന്റെ കാര്യം എന്തേ ചോദിച്ചത്? സുബൈന്റെ റക്അത്ത് ചോദിച്ചു. എത്രേ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ 5 പറഞ്ഞാണ്. 5 അല്ല 2 അല്ലേ? 5 അവർ നിന്നിട്ടില്ല, പിന്നല്ലേ 2 അല്ലേ? 5 നിന്നിട്ടില്ല, പിന്നല്ലേ 2 എന്ന്. അപ്പൊ ഈ അവസ്ഥകളുള്ള ദീനീബോധാണെന്നുണ്ടെങ്കിൽ നന്നായി കിട്ടും, മനസ്സിലായില്ലേ? ഈ അവസ്ഥയിലുള്ള ദീനീബോധം, ദീനെന്ന് പറഞ്ഞാൽ ദീനുണ്ടാകണം. ദീനില്ലാതെ നമ്മൾ പരിതപിച്ച് സമൂഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ചില ആളുകളുണ്ട്, വിവാഹം മുടക്കുന്ന ആളുകളുണ്ട്. അവര് അയൽപ്പക്കായിരിക്കാം, അതല്ലെങ്കിൽ കുടുംബക്കാരായിരിക്കാം, അതല്ലെങ്കിൽ നാട്ടുകാരായിരിക്കാം, അങ്ങാടിയിലുള്ള ആളുകളുമായിരിക്കാം. അവരും ശ്രദ്ധിക്കണം. കാരണം ഇതിങ്ങനെ വന്ന് അന്വേഷിക്കുക, എങ്ങനെ നിന്റെ കുടുംബത്തിൽ ഇന്ന ആളെങ്ങനെ ഉണ്ട്, ചെറുപ്പക്കാരെ യുവാവ്, ഞങ്ങളിങ്ങനെ വിവാഹം അന്വേഷിക്കുകയാണ്. നല്ല മോനാണ്,
ഒരു കുഴപ്പമില്ല, ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചാൽ പിന്നെ ആ വഴിക്ക് അവർ പോകുമോ? അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് മുടക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സുഹൃത്ത് ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം തിരിച്ച് ഒരനുഭവം പറഞ്ഞ്, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച കുടുംബാണ്. ഏത് അന്വേഷണം വരുമ്പോഴും അപ്പോൾ ഇതാ പറയാം, എന്ത് അവർ ഇസ്ലാം സ്വീകരിച്ച കുടുംബമാണ് എന്ന് പറഞ്ഞത് നെഗറ്റീവായിട്ടാണ് പറയാം. നമ്മളത് പോസിറ്റീവായിട്ടാണ് പറയേണ്ടത്. കാരണം ഇസ്ലാം സ്വീകരിച്ച കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ദീനുണ്ടാവും. എന്താ വിചാരിച്ചത്? നമ്മേക്കാളും ദീനുണ്ടാവും. അവർ ദീന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ല, അള്ളാനെ പഠിച്ചിട്ടാണ് ഈ ദീന് സ്വീകരിച്ചത്. നമ്മളൊക്കെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഇസ്ലാമായി ഇങ്ങനെ നിൽക്കുക. എന്നാൽ ദീന് പഠിച്ച് ഒരുപാട് പരീക്ഷണം ഏറ്റുവാങ്ങിയിട്ട് ഈ തൗഹീദിലും ആദർശത്തിലും ദീനീബോധത്തിലും അവർ നിലയുറച്ച് നിൽക്കുക. എല്ലാം ഭൗതികമായിട്ടുള്ള പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, എന്നിട്ട് അവരെ കുറിച്ച് അങ്ങനെ പുതിയ ഇസ്ലാം സ്വീകരിച്ചതാ എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് പറയാം. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാ കാര്യം നഷ്ടപ്പെടും. അവസാനം പിതാവ് എന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്യാം. ആ പിതാവിൻ്റെ ആത്മഹത്യയിൽ പങ്കുചേർന്ന ആളുകളുടെ പരലോകം ഇഹലോകത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ന്യായമായ കാരണമില്ലാതെ വെറുതെ മുടക്കികളാകരുത്. ചിലയില്ലേ, വെറുതെ മുടക്കികളാകരുത്. ഇനി ആരെങ്കിലും മുടക്കുമ്പോൾ അതിന് നിന്നുകൊടുത്ത് നമ്മൾ പരിതപിച്ച് പ്രയാസപ്പെടാനും പാടില്ല. യുവസമൂഹം ആ കാര്യത്തിൽ ആരും മുടക്കിയാലും മുടങ്ങൂല്ല. അല്ലല്ലേ നിങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പേപ്പറുകൾ റെഡിയാക്കണം. അപ്പോൾ ഞാനും വൈഫും കാറിൽ പോണ സമയത്ത് പോലീസ് ചെക്കിങ് നടക്കുക. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പാറ്റ് നിങ്ങൾ എന്തോ ഒരു ബേജാറുമില്ലേ, പോലീസ് അവിടെ ചെക്കിങ്. എന്ത് ബേജാറ്? എൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാണ്, ചിലയില്ലേ, ലൈസൻസ് റെഡിയാണ്, RC റെഡിയാണ്, പിന്നെ ഞാൻ എന്തിനാ പേടിക്കേണ്ടത്? എനിക്കൊരു യാത്രക്കൊരു മുടക്കം വരൂല, ഈ കണ്ടോ എന്ന് ഞാൻ പറയാം. ഇതേപോലെ നമുക്ക് മുടക്കം വരാനുള്ള കാരണം എന്തായിരിക്കും? നമ്മുടെ സ്വഭാവത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ ആയിരിക്കും കംപ്ലീറ്റ്. മനസ്സിലായില്ലേ നിങ്ങൾ? അത് റെഡി ആയിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ നാട്ടുകാരെ പറയും, സമൂഹത്തെ പറയും, അയൽവാസികളെ പറയും, കുടുംബക്കാരെ പറയും. നമ്മൾ ദീനീപരമായി നേരെ ചൊവ്വയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മെ മുടക്കാനും തകർക്കാനും തളർത്താനും സാധിക്കൂല. അതിനെന്ത് വേണം? ദീന് വേണം. ദീന് വേണം എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരിയാകണം, അനുഷ്ഠാനമുറ ഉണ്ടാകണം, സ്വഭാവ സംസ്കാരം നന്നാകണം, പള്ളിയുമായിട്ട് ബന്ധം ഉണ്ടാകണം. എത്ര നമ്മളുടെ ആളുകൾ അന്വേഷിക്കും എങ്ങനെയുണ്ട് ദീന്, നമ്മൾ എന്ത് മറുപടിയാ പറയാ? എന്ത് മറുപടിയാ പറയാ? സുബൈ ജമാഅത്തിൽ പങ്കെടുക്കാത്ത യുവാക്കൾ, അള്ളാഹുവിന്റെ മസ്ജിദുകളുമായി ബന്ധമില്ലാത്ത യുവാക്കൾ, പടച്ചറബിനോട് പ്രാർത്ഥിക്കാത്ത ആളുകൾ, എങ്ങനെയാ പടച്ചറബ് നിങ്ങൾക്ക് ഇണയെ നൽകുക? കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി പടച്ചറബിനോട് പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. അങ്ങനെയൊക്കെ നമുക്ക് സ്വാലിഹത്തായ സഹധർമ്മിണികളെ കിട്ടിയത്. അങ്ങനെയാ കിട്ടല്. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പൂവണിയണമെങ്കിൽ അള്ളാഹിനോട് തേടണം. പടച്ചറബേ, നീ എനിക്ക് ഇണജീവിതം നൽകണം, സ്വാലിഹത്തായ ഭാര്യ എനിക്ക് നീ നൽകണം. പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ കഴിയണം. ആ പ്രാർത്ഥനയുടെ കൂടെ പ്രവർത്തനം ഉണ്ടാകണം. പള്ളിയിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അള്ളാഹിനോട് അടുത്ത് അള്ള അങ്ങോട്ടും അടുക്കും, അള്ള നൽകും. എത്ര ആളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കുന്ന സമയത്ത് ഇന്ന ആള് കുഴപ്പമൊന്നുമില്ല, സുബൈക്ക് കൃത്യമായിട്ട് പള്ളിയിൽ വരാറുണ്ട്, നല്ല സാമൂഹ്യ ബോധമുള്ള പയ്യനാണ്, നല്ല ചെറുപ്പക്കാരനാണ്, ഈ ദീനിന്റെ കാര്യത്തിൽ സഹകരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും നമ്മൾ സഹകരിക്കണില്ല. അത് സഹകരിക്കാതെ വരുന്ന സമയത്ത് പിന്നീട് അന്വേഷണത്തിൽ, കാരണം മക്കളെ 19, 20, 22, 23 വയസ്സ് പോറ്റി വളർത്തിയ മകളാണ്ട് ഏൽപ്പിക്കാൻ, ആ മകള് തനിക്ക് എല്ലാം സമർപ്പിതമായിട്ട് തൻ്റെ കൂടെ ജീവിക്കാൻ വരാൻ. അപ്പോൾ വലിയ ആശങ്ക ഉണ്ടാവും, പിതാവിന് അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാവും. അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരർത്ഥത്തിൽ അനുകൂലമായ മറുപടിയും പ്രതികരണവും വരാതെ പോകുമ്പോൾ ഒരുവിധം കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്നത് ഈ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പൊ അതിലും യുവാക്കളൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് കരുതണം. എന്ന് വെച്ച് ആളെ കാണിക്കാൻ വേണ്ടിയല്ല, മനസ്സിലായില്ലേ? രണ്ടുണ്ട്. പടച്ചോനെയും പേടിക്കണം, പടപ്പുകളെയും പേടിക്കണം എന്ന് നമ്മൾ പറയും. പടച്ചോനെ പേടിച്ചാൽ തന്നെ പടപ്പുകൾ വഴി വരാനിരിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും, അല്ലേ? പിന്നെ വേറെ ചില വിഭാഗമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് കല്യാണമൊക്കെ പ്രായമൊക്കെ ഇനിയൊന്ന് നന്നാവണം. ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞാൽ മനുഷ്യന്റെ ദീന് നന്നാകും, ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ ഒരു സന്മനസ്സാലെ ചിന്തിച്ച് ഒരു പ്ലാനിങ് ഒക്കെ ആയിട്ടൊന്ന് പള്ളിയിലേക്ക് വരാൻ തുടങ്ങാവും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നോക്കി പേടിപ്പിച്ച് പിന്നെ ആ വഴിക്ക് വരാൻ പറ്റാത്ത കോലത്തിലേക്ക് എന്ത് ചെയ്യും? ആക്കും. അതുവരെ ഒന്നും പള്ളിയിൽ വന്നിട്ടുണ്ടാവില്ല. എന്നാൽ എപ്പോഴാണ് നന്നാകുന്നത് അതിന് പ്ലസ് കൊടുക്കണം, പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അവരുടെ രണ്ട് ലോകവും രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് സഹകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തലമുറകളുടെ ബാധ്യത, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരുടെയൊക്കെ ബാധ്യത. അതല്ലാതെ മുടക്കല്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബമെന്ന അനുഗ്രഹം, ആ ഒരു സംവിധാനം തലമുറകൾക്ക് അത് ലഭിക്കണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കണം. അത് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ആത്മീയമായി വളരണം, ഉയരുകയും ചെയ്യേണ്ടതുണ്ട്. കൂടെ വിദ്യാഭ്യാസവും വലിയ പ്രശ്നം തന്നെയാണ്. വിദ്യാഭ്യാസവും, കാരണം ഇന്ന് സ്ത്രീകൾ, പെൺകുട്ടികൾ അവർ മറിയം ജുമാനൊക്കെ വിമാനം പറത്തുക. അതായത് അവർ വിമാനം പറത്തി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മിൽ പലരും MDMA സർട്ടിഫിക്കറ്റ് വാങ്ങിയേക്കാണ്, അല്ലേ? ആൺകുട്ടികൾ MDMA സർട്ടിഫിക്കറ്റ് വാങ്ങിയേക്കുമ്പോൾ പെൺകുട്ടികൾ എന്ത് ചെയ്യാണ്? വലിയ കോഴ്സുകൾ ചെയ്തുകൊണ്ട് വിരാജിക്കുകയാണ്.
അപ്പോൾ വലിയ അന്തരം ഉണ്ടാകും. അപ്പോൾ അവർക്ക് കുഫൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് യോജിച്ച കാര്യങ്ങൾ കിട്ടാതെ വരും. നമ്മളിങ്ങനെ SLCയും 10ാം ക്ലാസ്സും +2 കുസ്തിയായിട്ട് നടന്നിട്ട് കാര്യമില്ല, പഠിക്കണം. അപ്പം മക്കൾക്ക് നിർദ്ദേശം കൊടുക്കണം, പഠിച്ചോ, ഡിഗ്രി കഴിഞ്ഞോ, PG കഴിഞ്ഞോ, AI കാലം, എല്ലാ സംവിധാനവും ഉണ്ട്. എന്താ പഠിക്കാതെ വഴന്ന് നടന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഔട്ട് ആകുക. പെൺകുട്ടികൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക. അപ്പം അങ്ങനെയും അതിൻ്റെ ആത്മീയവും ഐഹികവുമായ തലങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യത കുടുംബത്തിനകത്തും പുറത്തുമുള്ളവർക്കുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ധർമ്മനിഷ്ഠയോടെ ജീവിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെക്കേഷൻ കാലയളവിലാണ്. ഒഴിവുള്ള സമയത്തെ സംബന്ധിച്ചും അതിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ഖുതുബയിലും അതിൻ്റെ മുമ്പത്തെ ഖുതുബയിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ ഒരു കുടുംബത്തിൽ, നമുക്കറിയാം, കോഴിക്കോട് ഒരു കുടുംബത്തിലെ 2 മക്കളാണ് ഒന്ന് കൊല്ലപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തു, കൊന്നു. ആലോചിക്കണം, കുടുംബക്കാരാണ്. സഹോദരിമാരുടെ പുത്രിയും പുത്രനും മകനും മകളുമാണെന്നാണ്. അവർ രാവിലെ ഇത്രയും കാലം ഭക്ഷണം കൊടുത്ത് എല്ലാം നൽകി, ഇതാണല്ലോ അവസാനം ഉണ്ടായത് എന്നൊരു വല്യമ്മയുടെ വിലാപം അത് വായിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുടുംബ സന്ദർശനവും കുടുംബ ബന്ധവും രക്തബന്ധവും വൈവാഹിക ബന്ധവും അതേപോലെ മൂത്തമ്മയും ഇളയമ്മയും മൂത്താപ്പയും എളാപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഏത് ബന്ധങ്ങളായിരുന്നാലും ആ ബന്ധങ്ങളിലൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിർവരമ്പുകളുണ്ട്, ധാർമ്മികതയുണ്ട്, അതിൻ്റെ മൂല്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്നാൽ ഭക്ഷണം കൊടുത്തു, ഇതൊക്കെ കൊടുത്തു നമ്മൾ പറയും. പക്ഷെ ഭക്ഷണം കൊടുക്കുക ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലേ? അത് വല്യമ്മായാലും വല്യുപ്പായാലും വാപ്പായാലും ഉമ്മായാലും, അല്ലല്ലേ, ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും ആരായാലും നമ്മൾ ശരീരത്തിന് മാത്രം, റമദാനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിന് മാത്രം ഭക്ഷണം കൊടുത്ത് നമ്മുടെ കൂടെയുള്ളവരെയും മക്കളെയും പോറ്റി വളർത്തിക്കൊണ്ട് കാര്യമില്ല. അവരുടെ ശരീരത്തിനകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള ആലോചിക്കണം. ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വല്യമ്മാൻ്റെ ബാധ്യത എന്താ? വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എന്താ പേരക്കുട്ടി നിസ്കരിക്കാൻ പോകാത്തത്? എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ ഈ ഒരു ശീലം മക്കൾക്ക് കൊടുത്തിട്ടില്ലേ? ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഇല്ല, അല്ലേ? എന്താ അവരവിടെ കാട്ടണ്? മുകളിൽ അപ്സ്റ്റെയറിൽ ഇരുന്നിട്ട് എന്താ അവർ കാണുന്നത്? എന്താണ് അവരിങ്ങനെ, അവൻ്റെ കണ്ണെന്താ ചൂന്നിക്കണത്? എന്താ അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്തത്? എന്താ ഫുൾ ടൈം മൊബൈലിലാണല്ലോ? ഈ വക ഒരു ഡിസ്കഷനും ഇല്ല, ഒരു ചർച്ചയില്ല. ഓരോരുത്തർ അവരവരുടെ മൊബൈലുമായി തുരുത്തുകളില്ല, അല്ലേ? ഭക്ഷണം ഒരുക്കി വെച്ച് അതിന് വിളിക്കുമ്പോൾ വന്ന് മുഖം കാണിക്കാന്നല്ലാതെ ബാക്കി ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റണില്ല. അങ്ങനെ ഇടപെടാൻ പറ്റാതെ എന്തിനാണ് ഈ കുടുംബക്കാർ ഈ വിസിറ്റ് നടത്തി വീടുകളിൽ ഇങ്ങനെ താമസിക്കുന്നത്? നമ്മുടെ ദീനി കുടുംബമാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദീനിന് പ്രയോറിറ്റി കൊടുക്കുക. ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ചെയ്യിക്കാൻ കഴിയുന്നില്ലേ? അല്ലെങ്കിൽ അത് ആ ഒരു നിലവാരത്തിലല്ലേ? പിന്നെ അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയില്ല. ഇതിലും നമ്മൾ യായുവല്ലദീനാമനു ഓ അംഫുസക്കും വാഹിലിക്കും നാറാന്ന് പറയില്ലേ? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാ. നമ്മളൊന്നും പറയില്ല. ചില ആളുകൾക്ക് ലജ്ജൻ, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ മോശമല്ലേ, ഒറ്റക്കാണ് നിസ്കരിക്കാൻ പോവുക. കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ടാകും, ഒറ്റക്ക് ബാങ്ക് കൊടുത്ത് ഒരാളോടും പറയില്ല. മൂപ്പര് മാത്രം നിസ്കാരമൊക്കെ, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണ്ടേ? ബാക്കിയുള്ളവർക്ക് നിസ്കാരമല്ലേ? അവരൊന്നും മുസ്ലിങ്ങളല്ലേ? എന്താ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം? തെർക്കുസ്വല, നമസ്കാരത്തിൽ വീഴ്ച വരുത്തലാണ്. അവർ വന്നോ വന്നില്ലേ എന്നുള്ളതല്ല, ഒന്ന് ചോദിക്കണ്ടേ? ബാങ്ക് കൊടുത്തിട്ടോ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയത് നമുക്ക് പള്ളിയിൽ പോയാലോ? എല്ലാം നിരനിരയായിട്ട് വീട്ടിൽ തൽക്കാലത്തിൻ്റെ കാർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്, അല്ലേ? ഒന്നുമില്ല, വെറുതെ തള്ളി മറിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, വർത്താനം പറഞ്ഞിട്ട് എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളാ വന്നത്. അതിനൊരു ഇജാബത്ത് കൊടുത്തിട്ട് നമുക്ക് പള്ളിയിൽ പോയി വരാം. ആ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ്, അതാണ് ആത്മാവിൻ്റെ ഭക്ഷണം. അത് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സിസ്റ്റോ പരിപാടിയൊന്നുമില്ല. പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നില്ല, ഖുർആനുമായുള്ള ബന്ധമില്ല. അതേപോലെ തന്നെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം? സ്വന്തം മക്കൾ, എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മക്കൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് എങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ അതിനോടടുത്ത് നിൽക്കുമ്പോൾ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണം. സ്വന്തം മക്കളോട്, അവര് ബ്രദർ ആൻഡ് സിസ്റ്ററാണ്, എന്നിട്ട് പോലും അവരോട് കൃത്യമായിട്ട് എടുക്കേണ്ട ധാർമ്മിക ലൈംഗിക വിശുദ്ധിയുടെ നിലപാടുകൾ ഇസ്ലാമിലുണ്ട്.
അപ്പോൾ പിന്നെ മുത്തമ്മാൻ്റെ മോന് അല്ലെങ്കിൽ എളാമാൻ്റെ മോന് മറ്റുള്ളവർ ചിലപ്പോൾ ഈ പിടിക്കപ്പെട്ടല്ലോ കണ്ടില്ലേ നിങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, അതേപോലെ തന്നെ മോഷണം, ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തെ പുറത്തു പറഞ്ഞു അതിൻ്റെ വൈരാഗ്യം തീർത്തതാണെന്ന് പറയാം. അതിൻ്റെ വൈരാഗ്യം എങ്ങനെ ഇതിലേക്കൊക്കെ എത്തുന്നത്? കൊല്ലു വലതിന് യൂലതു അലൽ ഫിത്ര, എല്ലാവരും ജനിക്കപ്പെടുന്നത് പ്രസവിക്കപ്പെടുന്നത് അൽ ഫിത്രയിലാണ്, അഥവാ ശുദ്ധ പ്രകൃതത്തിലാണ്. ആരും മോഷണം നടത്തുന്നവരായും വ്യഭിചരിക്കുന്നവരായിട്ടും അതേപോലെ ലഹരി ഉപയോഗിക്കുന്നവരായിട്ടും ആരും സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളെ ഇല്ലാതാക്കണം. ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കർമ്മ പദ്ധതികൾ ഉണ്ടാകണം, അല്ലേ? അത് സമൂഹത്തിലുണ്ടാകണം, കുടുംബത്തിലുണ്ടാകണം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകണം, നമ്മുടെ യാത്രയിൽ ഉണ്ടാകണം, സന്ദർശനങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ കൂടെയുള്ളവരിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. പറഞ്ഞു വരുന്നത് ഈ ഒഴിവ് കാലങ്ങളിൽ കുടുംബ സന്ദർശനങ്ങളിലും അതേപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ മക്കളിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരിലൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ദീനിന്റെ ധാർമ്മികതയും സദാചാര മൂല്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ചിന്തയും ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പോർട്ടുകളും അതേപോലെ തന്നെ ഓരോ കൊലപാതകങ്ങളും ഓരോ അനാശാസ്യ കാര്യങ്ങളും റിപ്പോർട്ടുകളും നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അവിടെയും ഇവിടെയും ഒക്കെയാണ്. എന്നെയും ഞങ്ങളെയും അത് ബാധിക്കയില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ വെറും ഉദാസീനരായിട്ട് മാറിക്കഴിയരുത്. സദാ ജാഗ്രതയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്കിയത്തും തർബിയത്തുമുള്ള കുടുംബ സംവിധാനം രൂപപ്പെടുത്തുന്ന മുസ്ലിമീങ്ങളിൽ, അങ്ങനെയുള്ള രക്ഷിതാക്കളിൽ, അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂടുതൽ ധന്യത പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും ലഭിക്കപ്പെടുന്ന അനുഗ്രഹീതരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ദീനീ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ, ന്യൂനതകളെ, കുറവുകളെ നീ പുറത്ത് മാപ്പാക്കി തരയണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ട പലരും മരിച്ച് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്നൊക്കെ ഈ കാലയളവിൽ മരിച്ചു വിരിഞ്ഞവരെ മനസ്സിലോർത്ത് നീയത്താക്കി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ കേന്നമിൻ്റെ ആദ്യകാല സജീവ പ്രവർത്തകനും വടകരയിലെ പൊതുപ്രവർത്തകനും ഒക്കെയായ KV ഖാലിദ് മാസ്റ്റർ മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെയും ബർസഖിയായ ജീവിതം സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ന്യായമായ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. പരീക്ഷണ ഘട്ടത്തിലും പടച്ച റബ്ബേ, അധ്വാന മേഖലകളിൽ നീ ഖൈറും ബറക്കത്തും നൽകണമേ നാഥ. വലിയ പ്രയാസങ്ങളിലൂടെ, അരക്ഷിതമായ അവസ്ഥകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരുപാട് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സാഹോദര്യവും തിരിച്ചു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും പ്രയാസ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ, സയനിസ്റ്റുകൾ, സാമ്രാജ്യത്വ അധിപന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിന്ദ്യമാക്കി തീർത്തിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഇനിയും അവരെ നിന്ദ്യരും പതിതരും നിഷ്കാസിതരുമാക്കി തീർക്കണമേ നാഥ. അല്ലാഹുവേ, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, ഒരു ഭൂപ്രദേശത്തിന്റെ നന്മക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലകൊള്ളുന്നവർ ആരാണോ അവരെ നീ വിജയിപ്പിക്കുകയും അവർ വഴി അല്ലാഹുവേ അവിടെ സമാധാനവും സാഹോദര്യവും തിരിച്ചു നൽകുകയും ചെയ്യണമേ നാഥ.